ആദരണീയ ഭക്തസജ്ജന മാനസങ്ങൾക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന വിശേഷാൽ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ നിള എന്ന ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ മഹിമാവിലാസങ്ങളെയാണ് നമ്മൾ അറിയുന്നത്. വിശ്വപ്രസിദ്ധമായ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ പുണ്യസങ്കേതത്തിൻ്റെ ഐതിഹ്യം. വാതാലയേശൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തനും പാലക്കാട് മങ്കര സ്വദേശിയുമായ സുബ്രഹ്മണ്യ പട്ടർ സ്ഥിരമായി ഗുരുവായൂരപ്പനെ ദർശിച്ചു വന്നിരുന്ന കൃഷ്ണഭക്തനായിരുന്നു. യാത്രാമധ്യേ വിശ്രമിക്കുന്നതിനും മറ്റുമായി തൻ്റെ സമ്പാദ്യം കൊണ്ട് പട്ടാമ്പി നിളയുടെ തീരത്ത് ഒരു ഊട്ടുപുര സ്ഥാപിച്ചു. ഒരിക്കൽ ഗുരുവായൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ഊട്ടുപുരയിൽ വിശ്രമിക്കുമ്പോൾ പ്രായാധിക്യം മൂലം ക്ഷീണിതനായ തനിക്കിനി ഗുരുവായൂരപ്പനെ അവിടെ ചെന്ന് കണ്ടു വണങ്ങുവാൻ സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടായി. തന്മൂലം അതീവ ദുഃഖിതനായ അദ്ദേഹത്തിന് അന്ന് രാത്രി ഭഗവത് ദർശനമുണ്ടായി. തന്നെ കാണുന്നതിനു വേണ്ടി ഇനി ഗുരുവായൂരിലേക്ക് വരേണ്ടതില്ല എന്നും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യ സാന്നിധ്യം ഈ പുണ്യസ്ഥാനത്ത് നൽകി അനുഗ്രഹിച്ചിടാം എന്നും അരുളപ്പാടുണ്ടായി. ആയതിനെ തുടർന്ന് ഊട്ടുപുരയോട് ചേർന്ന് അതിമനോഹരമായ ഒരു ക്ഷേത്രം പണിത് സാക്ഷാൽ ഗുരുവായൂരപ്പ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെ ആദ്യം നിർമ്മിച്ചത് ഊട്ടുപുരയായതിനാൽ ഈ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടിന് അത്യധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായി അന്നദാനം നടത്തിവരുന്നുണ്ട്. ബ്രഹ്മമയമായ അന്നം ഈശ്വരീയമായി പകർന്നിടുന്ന അഗ്രശാലയോട് കൂടിയ വാതാലയേശ ക്ഷേത്രം, അതാണ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. മേടമാസം 6 ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചതായി പറയുന്നത്. ഗണപതി, മുരുകൻ, അയ്യപ്പൻ, ഭഗവതി എന്നീ ഉപദേവതകളും ക്ഷേത്ര ചൈതന്യ സ്വരൂപങ്ങളായി ഇവിടെ വിരാജിക്കുന്നു. വർഷം തോറും നടത്തിവരാറുള്ള ഭാഗവത സപ്താഹം ഈ ക്ഷേത്രത്തിലെ സവിശേഷതകളിൽപ്പെടുന്ന ഒന്നാണ്. കുചേല ദിനത്തിന് തമിഴ്നാട്ടിൽ നിന്നുവരെ ഭക്തർ അവിൽക്കിഴിയുമായി ഭഗവാനെ തേടിയെത്തുന്നു. മകരമാസത്തിലെ രോഹിണി നാളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. മകരമാസം 1 കൊടികയറി 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾ. നിത്യശീവേലിയുള്ള ക്ഷേത്രമാണ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ സ്വന്തം ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. എല്ലാ രോഹിണി നാളിലും ചെറുമുക്ക് വല്ലഭൻ തിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വാരമിരിക്കൽ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ദിനംപ്രതി അനേകം ഭക്തരാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനായ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹ സാഫല്യം തേടി ഈ പരിപാവനമായ സന്നിധിയിലേക്ക് വന്നണയുന്നത്. അവർക്കെല്ലാം ഏകസ്വരത്തിൽ പറയുവാനുള്ളത് ഇത്രമാത്രം: സർവം കൃഷ്ണമയം. ഓം നമോ ഭഗവതേ വാസുദേവായ.